നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന് 2ാം പകുതി, ചതയം, പുരുട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കഴുത്ത്, വായ എന്നീ അവയവങ്ങൾക്ക് രോഗസാധ്യതയുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലാത്തത് മൂലമുള്ള ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പൊതുവെ കൃഷി, വ്യവസായ രംഗത്ത് ചെറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ഗവൺമെന്റ് അധികാരികളുമായി ചില തർക്കങ്ങളും ഉണ്ടാകാം. നിയമപ്രശ്നങ്ങളും സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അപമാനവും കേസുവഴക്കുകളും കൂടാതെ മാനസിക സംഘർഷ സാധ്യതകളും ഒക്കെ ഉണ്ടാകാം. എന്നാലും ധനസ്ഥിതി മെച്ചപ്പെടുന്നതിനാൽ ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ കുംഭക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യ വിഷയങ്ങൾ കലുഷിതമാകാതെ നോക്കേണ്ട സമയമാണ്. റവന്യൂ, പോലീസ്, പ്രാദേശിക നേതാക്കന്മാർ എന്നിവരിൽ നിന്നും മോശം പെരുമാറ്റമോ നടപടികളോ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത ശത്രുതകൾ വെച്ചു പുലർത്താതിരിക്കുക. വാക് തർക്കങ്ങളിൽ നിന്ന് അകലം പാലിക്കേണ്ടതാണ്. പൊതുവെ ചതയൻ നക്ഷത്രക്കാർക്ക് മോശാനുഭവങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ബന്ധന യോഗവും കുംഭക്കൂറുകാർക്ക് ഉണ്ട് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ വർഷം പൊതുവെ എല്ലാ കാര്യത്തിലും ചെലവ് വർദ്ധിക്കുന്നതാണ്. എങ്കിലും ധനപരവും സാമൂഹികവുമായിട്ടുള്ള അംഗീകാരവും ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗങ്ങളിൽ ഉയർച്ചയും വാക്കുകൾ മൂലം പുതിയ ശത്രുക്കളെയും ലഭിക്കുന്നതാണ്. തെറ്റിദ്ധാരണ മൂലം കുടുംബത്തിൽ നിന്നുള്ള പരിഭവങ്ങളും ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ കരുതലെടുക്കുക. ശാസ്താക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. അർച്ചന, പുഷ്പാഞ്ജലി എന്നിവ നടത്തുക. അതേപോലെ തന്നെ ആയില്യ നക്ഷത്ര ദിവസങ്ങളിൽ സർപ്പം പാട്ട്, പൂജ എന്നിവ നടത്തുക. ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന ഔട്ട നക്ഷത്രക്കാരുടെ ഫലം ആദ്യം പരിശോധിക്കാം. ഇവർക്ക് വിദ്യാവിജയം ഉണ്ടാകുന്നതാണ്. ഉന്നതമായിട്ടുള്ള തൊഴിൽ സാധ്യതയുണ്ട്. വ്യാപാര വിജയവും ഉണ്ടാകുന്നതാണ്. ഓഹരി വിപണിയിൽ നിന്ന് നേട്ടമുണ്ടാകുന്നതാണ്. കൂടുതൽ അധ്വാനിച്ച് ഗുണാനുഭവങ്ങൾ നേടേണ്ടതാണ്. വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പരസ്പരം വിശ്വാസക്കുറവ് മൂലം ദാമ്പത്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഗർഭാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ ഇവയ്ക്ക് സാധ്യത ഉണ്ട്. ആരോഗ്യകാര്യത്തിൽ പൊതുവെ ഔട്ട നക്ഷത്രക്കാരായിട്ടുള്ള കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ചതയൻ നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ പരിശോധിക്കാം. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്ന കാലമാണ്. പ്രവർത്തന തടസ്സമുണ്ടാകാം. ക്ലേശങ്ങളും ഉണ്ടാകാം. സ്വദേശത്ത് ഗുണാനുഭവ കുറവുണ്ടാകാം. വിദേശത്ത് ഭാഗ്യാനുഭവങ്ങളും വർദ്ധിക്കാം. ധനം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. തസ്കര ഭയം ഉണ്ടാകുന്നതാണ്. ശത്രുഭയം, ധനക്ലേശം, കുടുംബഹാനി എന്നിവയും അനുഭവപ്പെട്ടേക്കാം. വാതരോഗത്തിനും സാധ്യതയുണ്ട്. അസ്ഥിസംബന്ധമായിട്ടുള്ള രോഗത്തിനും നീർക്കെട്ടിനും വിദഗ്ധ ചികിത്സ ആവശ്യമായി വരാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും കഠിന പ്രയത്നം ആവശ്യമായി വരുന്ന സമയമാണ്. സ്ഥാനചലനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നത്, കൊടുക്കൽ വാങ്ങലുകൾ ഇവയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇനി നമുക്ക് കുംഭക്കൂറിൽ വരുന്ന പൂരിട്ടാതി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പരിശോധിക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം നേരിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സാഹസിക പ്രവർത്തികൾ മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാവിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതാണ്. വ്യാപാര വിജയം, സമ്മാനങ്ങൾ ലഭിക്കൽ ഇവയൊക്കെ ഉണ്ടാകുന്നതാണ്. കൃത്യമായ വ്യായാമവും ഭക്ഷണ രീതിയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.